ചലച്ചിത്ര അക്കാദമി ചെയർമാനായ റസൂൽ പൂക്കുട്ടി ഇന്നിപ്പോൾ ചുമതലയേറ്റിരിക്കുകയാണ്. സർ അവസാനം പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഒരു ടെക്നീഷ്യൻ ഈ പദവിയിലെത്തുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നുണ്ട് പുതിയ ഒരു ഉദ്യമം? അത് ഇവിടുത്തെ ടെക്നിക്കൽ കമ്മ്യൂണിറ്റിയാണ് അതിൽ ഏറ്റവും അധികം പ്രൈഡ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, അത് ഒരു അടൂർ ഗോപാലകൃഷ്ണന് ശേഷം, ഷാജി അൻകറിന് ശേഷം ഒരു ടെക്നീഷ്യനെ ഈ ഒരു നിലയിൽ ഒരു പൊസിഷനിൽ ഇരുത്താൻ തോന്നിയ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഏറ്റവും അർത്ഥവത്തായ ഒരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. അത് ടെക്നിക്കൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ആണ് ക്യാമറയും ക്യാമറ പേഴ്സണും ഒക്കെ. അത് മാറ്റി നിർത്തിയിട്ട് എന്നെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വളരെ മാർജിനലൈസ് ചെയ്യപ്പെട്ടൊരു ഒരു ഒരു വിഭാഗമാണ് സൗണ്ട് സിനിമയിൽ. അത് മുന്നോട്ട് വരുന്നു, അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊരു ഉത്തേജനം വരുന്നു, പുതിയ യങ്സ്റ്റേഴ്സ് അതിലേക്ക് വരുന്നു. അതായത് നമ്മൾ ഒരു അക്കാഡമിക്സിലൂടെ വലിയ നിലയിൽ എത്തിയാൽ ഇതുവരെയൊക്കെ എത്താം എന്നുള്ളൊരു ഒരു ഒരു പാഠമാണ് ആക്ച്വലി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് വളരെ ശ്ലാഘനീയമായ ഒരു ജസ്റ്ററാണ്. സോ ഐ ഓൺ മൈ പേഴ്സണൽ ഫ്രണ്ട്, ഓൾസോ ഓൺ ബിഹാഫ് ഓഫ് മൈ ടെക്നിക്കൽ കമ്മ്യൂണിറ്റി, all of them, editors, VFX people, everybody, all the technical makeup people, hair and makeup, everybody, on behalf of all of them, I'm saying thank you to the government of Kerala. പുതിയ ചുമതല ലാസ്റ്റ് കോൺക്ലേവിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ചുമതലയെപ്പറ്റി എപ്പോഴാണ് അറിയുന്നത്? ഞാൻ ഇന്നലെ രാത്രി 8 മണിക്കാണ് അറിയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ് ഉള്ള അഭ്യൂഹങ്ങൾ അല്ലാതെ എന്നോട് കൾച്ചറൽ മിനിസ്റ്റർ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനൊരു കാര്യം മോളിൽ നിന്നൊരു കാര്യം ചോദിക്കുമ്പോൾ നോ എന്ന് പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, വിളിക്കുമ്പോൾ ദയവായി നോ എന്ന് പറയരുതെന്ന് പറഞ്ഞു. അത്രയുള്ള അറിവ് എനിക്കുള്ളൂ. ഇങ്ങനെയുള്ളത് പ്രധാനപ്പെട്ട ഇവൻ്റ് എന്ന് പറയുന്നത് IFK ആണ്. അപ്പോൾ സാർ ആ സമയത്ത് ഇവിടെ ഉണ്ടാവില്ല, എങ്കിലും തലസ്ഥാന നഗരത്തെ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ്, സംസ്ഥാനത്തെ മുഴുവൻ സിനിമാ പ്രേമികൾ എത്തുന്ന സമയമാണ്. ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടാവില്ല എന്നല്ല. ആ സമയത്ത് ഞാൻ സ്ഥലത്തില്ല. പക്ഷേ നമ്മൾ അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തും, വരാനും പങ്കെടുക്കുവാനുമുള്ള വലിയൊരു ഞാൻ വരുന്ന ആദ്യത്തെ ഫെസ്റ്റിവൽ. അപ്പോൾ ഫെസ്റ്റിവലിൻ്റെ എല്ലാ പ്രധാന സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, അലൈൻമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനത് എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് സംസാരിച്ചിട്ട് പറയാം. ഞാൻ ഉണ്ടാവില്ല എന്നിപ്പോഴും നിങ്ങൾ അടിച്ച് വിടല്ലേ. കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും വരുന്നു, ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു പൊതുവിൽ? അതാണ് അക്കാഡമിക്സിൻ്റെ ഏറ്റവും വലിയ ഗുണം, പറഞ്ഞില്ലേ. അപ്പം ഞാൻ ഒക്കെ സിനിമ കണ്ട് നടന്ന് പിന്നെ തിരുവനന്തപുരം തലസ്ഥാനത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ അക്കാഡമി പോലെ സ്ഥലം നമുക്കില്ല. പോകുവാനും പഠിക്കുവാനും അറിയുവാനും നമുക്കൊരു സ്ഥലമില്ല. ഞങ്ങളന്ന് ടാഗോർ തിയേറ്ററിൻ്റെ വരാന്തകളിലും അലവൻസ് ഫ്രാൻസിൻ്റെ വരാന്തകളിലും റഷ്യൻ കൾച്ചർ സെൻ്ററിൻ്റെ വരാന്തകളിലും ഒക്കെ സിനിമ കണ്ട്, മ്യൂസിയത്തിൽ കണ്ട സിനിമകൾ, നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ കണ്ട സിനിമ, ഇതൊക്കെയാണ് നമുക്ക് ആകെ ഉണ്ടായിരുന്നൊരു ഔട്ടിങ്. പിന്നെ അന്ന് ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിരുന്നു. എല്ലാ കോളേജുകളിലും ഫിലിം സൊസൈറ്റികളുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ പോയി നമ്മളൊരു അത്യാവശ്യം സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ വന്നത്. ആ വന്ന വഴി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞൊരു 30 വർഷത്തിൽ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊസിഷൻസ് യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് എൻ്റെ യങ് ജനറേഷനോട് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ദൂരം പിന്നിടാനുമുണ്ട്. പക്ഷേ ഓരോ വഴികളിലും ഓരോ പാതയോരങ്ങളിലും നമ്മൾ ഓരോരോ ചുമരുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അക്കാഡമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ യാത്രയിൽ ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായും അക്കാഡമിക്സിന് നമ്മൾ ഊന്നൽ നൽകണം. അക്കാഡമിക്സിന് ഊന്നൽ നൽകിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. പെട്ടെന്ന് കൈവന്നൊരു ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ മനസ്സിലെന്തെങ്കിലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ, പ്രത്യേകിച്ച് ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ? അല്ല, ഞങ്ങൾ അക്കാഡമിയുടെ ചുമതല കിട്ടുന്നത് ഇതിനു മുമ്പ് എന്നോട് പല ചുമതലയും ചോദിച്ച് എനിക്ക് സമയമില്ലാത്ത എടുക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ അക്കാഡമിയിൽ നടക്കുന്നതും കേരളത്തിൽ പിന്നെ ചലച്ചിത്ര വികസനവുമായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പല കമ്മിറ്റിയിലും മെമ്പേഴ്സായിട്ടുണ്ട്. GCയിലും പിന്നെ ചിത്രാഞ്ജലിയുടെ വികസനത്തിലും ഒക്കെ ഞാൻ മെമ്പറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് എനിക്കറിയാം. ഷാജി സാർ ഇരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ മുതലെല്ലാം എനിക്കറിയാം. ഷാജി സാറും ഞാനുമായിട്ട് വളരെയധികം വിശദമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല പോസ്റ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ പിന്നെ ബോംബെയിലും മറ്റു സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ മുഖാന്തരമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു ഷാജി സാറിൻ്റെ വിഷൻ എന്നും എനിക്കറിയാം. അപ്പം നമ്മളുടെ മുന്നേ വഴികളിലൂടെ നടന്നുപോയ ആളുകളുടെ വിചാരങ്ങളും അവരുടെ ബൗദ്ധികമായ തലങ്ങൾ എന്താണെന്ന് എനിക്ക് അവരോട് നേരിട്ട് കണ്ട് സംസാരിച്ചൊക്കെ എനിക്ക് അറിവുണ്ട്. അതിനെ ഒരു സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. അവർ
വെട്ടിത്തന്ന പാതയിലൂടെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞില്ലേ, പുതിയ പുതിയ ചലഞ്ചസ്, പുതിയ ഇന്നോവേറ്റീവ് ചലഞ്ചസ് ഇപ്പോൾ വരുന്നുണ്ട്. ഓൾ ഓവർ ദ വേൾഡ് ഫിലിം മേക്കിംഗ് കമ്മ്യൂണിറ്റി ഈസ് ഫേസിങ്. ദ ബിഗസ്റ്റ് ചലഞ്ച് ഈസ് ദ ജനറേറ്റീവ് AI ചലഞ്ച്. യുനോ, ഹൗ ഡു വി കൗണ്ടർ ഇറ്റ്? നമുക്ക് എങ്ങനെ നമ്മുടെ യങ്ങർ ജനറേഷനെ അതിന് പ്രാപ്തമാക്കാം? ദാറ്റ് ഈസ് എ ബിഗ് അക്കാഡമിക് ക്വസ്റ്റ്യൻ. നോട്ട് ഓൺലി അക്കാഡമിക്കും പ്രാക്ടീഷണേഴ്സുമായിട്ടുള്ള ഒരു വലിയ ചലഞ്ചസാണ്. ഇപ്പോൾ പുതിയൊരു സ്റ്റഡീസ് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സിൽ 45% ജോലികൾ വെട്ടിച്ചുരുക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊരു വലിയ പ്രശ്നം, വലിയൊരു ചലഞ്ച് മുന്നിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അത് ഇപ്പോൾ എവരി ഇന്നോവേഷൻ ഈസ് എ ചലഞ്ച്, ഇറ്റ് ഈസ് ഓൾസോ എ ബൂൺ. ഹൗ ഡു വി മാനൂവർ ഇറ്റ് എന്നുള്ളതാണ് പ്രശ്നം. അവിടെ മാനൂവർ ചെയ്യാൻ നമുക്ക് നമ്മുടെ പ്രാക്ടീഷൻസിനെ തയ്യാറാക്കി കൊടുക്കുക, അതിനുള്ള പാതകൾ ഒരുക്കുക, പറഞ്ഞു കൊടുക്കുക, അതിനുള്ള വേദികൾ ഒരുക്കുക എന്നുള്ളതാണല്ലോ അക്കാഡമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇരുന്ന സീറ്റിൽ ഇപ്പോൾ താൽക്കാലികമായി ചുമതല ഏറ്റുന്നത് പ്രേംകുമാർ സാറാണ്. റീസെൻ്റ്ലി ചില വിവാദങ്ങൾ, ഗോസിപ്പുകളൊക്കെ വരുന്നുണ്ട്. സർക്കാരിനെതിരെ ചില നിലപാടുകൾ, അത് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഒപ്പീനിയനാണ്. ആ ഒപ്പീനിയൻ പറഞ്ഞതുകൊണ്ടാണ് മാറ്റി എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അങ്ങ് ഈ വിവാദങ്ങളെയും കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ചലച്ചിത്ര അക്കാദമി എപ്പോഴും വിവാദങ്ങളിൽ പെടുന്നത് സ്വാഭാവികമാണ്. അത് കാലങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കുമ്പോൾ തന്നെ പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപ്. അല്ല, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. ഞാനിവിടെ ഇല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പ്രേംകുമാറിനെ ഞാൻ കണ്ടിരുന്നു, കോൺക്ലേവിന് കണ്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിഷയമുള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല, സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ ഇത് അക്കാദമിക്ക് കുറേ നാളായിട്ട് ഇല്ലല്ലോ, ചെയർമാൻ ഇല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംഭവമായിരിക്കാം. എനിക്കറിയില്ല, എൻ്റെ വിശദമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. വിവാദം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പല ഒപ്പീനിയൻസ് ഉണ്ട്. അത് നിങ്ങൾ ഏത് ഒപ്പീനിയനാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതുമ്പോഴാണല്ലോ അത് വിവാദമായി മാറുന്നത്. അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകണം. ഡിസെൻറ്റ് ഈസ് എ നെസസിറ്റി ഓഫ് ഡെമോക്രസി. അതുണ്ടാകണം. ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് മാത്രം ശരിയാണ് എന്നുള്ള അല്ലാത്തല്ലോ ഡെമോക്രസി. നമ്മൾ പറയുന്നതും തിരുത്തപ്പെടാം എന്നുള്ളതാണ് ഡെമോക്രസി തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഐ ആം നോട്ട് സ്കെയർഡ് ഓഫ് എനിത്തിങ്. പുതിയ ഫിലിം ഏതാണ് സാർ ഇപ്പോൾ സൈൻ ചെയ്തേക്കുന്ന പ്രോജക്റ്റ്? ഞാൻ 4 ഫിലിം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ലാലേട്ടൻ്റെ സിനിമയുണ്ട്, അത് നമ്മൾ ഡിസംബറിൽ ഇറക്കുന്നു. അത് ലാലേട്ടൻ്റെ തെലുങ്ക് സിനിമയാണ്. മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ. വൃഷഭ എന്നാണ് സിനിമയുടെ പേര്. പിന്നെ തേരെ ഇഷ്ക് മേ ഹിന്ദി ഫിലിം, ആനന്ദൽ റായ് ഡയറക്റ്റ് ചെയ്ത്, ഞാനും റഹ്മാനുമാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ കുംഭിനെ ബേസ് ചെയ്ത് ഞാനും റഹ്മാനും വർക്ക് ചെയ്യുന്ന ഭാരത് ബാല ഡയറക്റ്റ് ചെയ്യുന്ന ഏതൊരു സിനിമയുണ്ട്. പിന്നെ അത് കൂടാതെ വൺ മോർ ഫിലിം ഉണ്ടല്ലോ, ലണ്ടനിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പുതിയ സിനിമയാണ്. ഇത് ബ്രിട്ടീഷ് പ്രൊഡക്ഷനാണ്. ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം തീർത്തിട്ട് വേണം എനിക്ക് ബ്രിട്ടനിലേക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞ് അമീർ ഖാൻ്റെ സിനിമയുണ്ട്, അത് ജനുവരി ഫെബ്രുവരിയിൽ. അത് ലോക് മില്യണിന് ശേഷം വരുന്നൊരു പ്രോജക്റ്റാണോ ബ്രിട്ടനിൽ? അല്ല, അങ്ങനെയല്ല. കോവിഡിന് ശേഷം നമുക്കൊരു ഇൻ്റർനാഷണൽ ഫിലിംസിൻ്റെ ഒരു ഇൻഫ്ലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷൂട്ട് ചെയ്യേണ്ട സിനിമകൾ പലതും പിന്നെ മലേഷ്യയിലും ബാലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോവുകയുണ്ടായി. അത് കോവിഡിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. അപ്പോൾ കോവിഡിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. പുതിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സർ. BT ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.